പൊതു ആളുകളുടെ ധാരണ ഞങ്ങൾക്ക് 13,000 രൂപ സാലറി കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഒരുപാട് വെട്ടിക്കുറച്ചിലുകളുണ്ട്. PF എന്ന് പറഞ്ഞ് 1000 പിടിക്കുന്നു, അതേപോലെ ESI എന്ന് പറഞ്ഞ് 500 രൂപ പിടിക്കുന്നു, മെസ് ഫീ എന്ന് പറഞ്ഞ് 1200 പിടിക്കുന്നു, അതേപോലെ ഹോസ്റ്റൽ ഫീ എന്ന് പറഞ്ഞ് 1000 രൂപ പിടിക്കുന്നു, ലോസ് ഓഫ് പേ എന്ന് പറഞ്ഞ് പിടിക്കുന്നത് 460 രൂപയോളമാണ്. അപ്പോൾ ഇതെല്ലാം വെട്ടിക്കുറച്ച് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 8500 രൂപയോളമാണ്. ഇതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കാനാണ്? പരിശീലനം പൂർത്തിയാക്കി സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു BSc നഴ്സിൻ്റെ അവസ്ഥയാണ് ഈ കേട്ടത്. ഇതിലും പരിതാപകരമാണ് ട്രെയിനി നഴ്സുമാരുടെയും ജനറൽ നഴ്സുമാരുടെയും ശമ്പളം. ട്രെയിനി നഴ്സുമാർക്ക് 8000 മുതൽ 9000 രൂപ വരെ ശമ്പളം നൽകുന്നു എന്ന് പറയുന്ന മാനേജ്മെൻറ്റുകൾ കേൾക്കണം ഈ വാക്കുകൾ. വർക്ക് ചെയ്യുന്ന ഇക്ര ഹോസ്പിറ്റലാണ്. എനിക്ക് കിട്ടുന്ന സാലറി 5912. ഞാൻ PVS ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ട്രെയിനി സ്റ്റാഫ് നഴ്സായിട്ടാണ് അവിടെ കയറിയിരിക്കുന്നത്. എനിക്ക് എല്ലാ കട്ടിങ്ങും കഴിഞ്ഞ് കിട്ടുന്നത് 5250 രൂപയാണ്. 17 വർഷമായി നഴ്സിംഗ് ജോലി ചെയ്യുന്ന ഒരു മുതിർന്ന നഴ്സിന് കിട്ടുന്ന ശമ്പളം കൂടി കേൾക്കണം. ഞാൻ എരഞ്ഞിപ്പാലം മലബാർ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടുന്നത് 13,600 രൂപയുടെ അടുത്താണ്. 17 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ശമ്പളത്തിനുള്ളിലെ കട്ടിങ്ങുകൾ കഴിഞ്ഞ് തുച്ഛമായ വേതനം വാങ്ങുന്നവരെ മറ്റൊരു രീതിയിൽ കൂടി മാനേജ്മെൻറ്റുകൾ ചൂഷണം ചെയ്യുന്നുണ്ട്. ലോസ് ഓഫ് പേ എന്നാണ് അതിൻ്റെ ഓമനപ്പേര്. മനസാക്ഷിയെ പൊള്ളിക്കുന്ന നിരവധി ചോദ്യങ്ങളാണ് ഇവരോരോരുത്തർക്കും ചോദിക്കാനുള്ളത്. ഈ ചോദ്യങ്ങൾക്ക് കൂടിയാണ് മാനേജ്മെൻറ്റുകൾ ഉത്തരം പറയേണ്ടത്. ക്യാമറമാൻ ബിജീഷിനൊപ്പം S. ശ്യാംകുമാർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.